ശ്രീജിത്ത് പണിക്കർ, ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിവാദമായതും അതിനൊരു രാഷ്ട്രീയ സ്വഭാവം സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുത്തോടെ കൈവരിച്ചതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ, അതായത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ, അതിന് പരസ്യമായി KB ഗണേഷ് കുമാർ മറുപടി പറഞ്ഞതിനെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളുടെ അതേ സ്വഭാവമാണല്ലോ ഉള്ളത്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുമോ? ശ്രീ ഗോപികൃഷ്ണൻ, ഹിന്ദുക്കളുടെ ആചാരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമായി ചിത്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമുള്ളയാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അത് ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു എന്ന വിഷയത്തിലാണെങ്കിലും, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഷർട്ട് അഴിച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദർശനം നടത്തുക എന്നുള്ള ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വരുമ്പോൾ അതിനെ അങ്ങനെ ഒരു പാളയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണവും സമാന സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയതരമായിട്ട് ഒരുപക്ഷെ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീ KB ഗണേഷ് കുമാർ ആണെങ്കിലും ശ്രീ K മുരളീധരനാണെങ്കിലും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന മതത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക, ആചാരത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു പൂജാ പദ്ധതികളാണെങ്കിലും ആചാര സമ്പ്രദായങ്ങളാണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല എന്നുള്ളത് വ്യക്തമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയോ ഒന്നും തന്നെയല്ല അതിൽ അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ അതിൽ പ്രതികരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന സാഹചര്യം എന്താണ് എന്നറിയാം. പിന്നീട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും NSSൻ്റെ ശ്രീ G സുകുമാരൻ നായരാണെങ്കിലും ഒക്കെ പ്രതികരിക്കേണ്ടി വന്നത് അവരെ അതിനു വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ്. ശ്രീ ഗണേഷ് കുമാറിൻ്റെ മാത്രം അഭിപ്രായത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രിയായ ശ്രീ VN വാസവൻ പറയേണ്ട കാര്യമാണ് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നിർവഹണത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും അത് നോക്കേണ്ടുന്ന ആൾക്കാർ നോക്കുക, അവരഭിപ്രായം പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് തന്നെ ചുമതലയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും പറയും. ഇപ്പോൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ശ്രീ മുരളീധരൻ ആയിക്കോട്ടെ, അദ്ദേഹം ഈശ്വരവിശ്വാസിയാണ്. ശ്രീ ചെന്നിത്തല ആയിക്കോട്ടെ ഈശ്വരവിശ്വാസിയാണ്. ശ്രീ ഗണേഷ് ആയിക്കോട്ടെ ഈശ്വരവിശ്വാസിയാണ്. ഇനി അതൊന്നുമല്ല എങ്കിൽ പോലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ആചാരത്തിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസത്തിനെയോ അതിൻ്റെ വഴിക്ക് വിടുക എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഞാൻ പറയുന്നത്, നമ്മളൊരു ആചാരം ഒരു തെറ്റായ രീതിയിലത്തേക്കുള്ള ഒരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് എങ്കിൽ അതിനെ തിരുത്തണം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അങ്ങനെ പരിഷ്കരണത്തിനും മനനത്തിനും ഒക്കെ തന്നെ വിധേയമായിട്ടുള്ള മതങ്ങളും ആചാര പദ്ധതികളും ഒക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. പല മതവിഭാഗങ്ങളിലുമുള്ള പല കാര്യങ്ങളും കാലോചിതമായിട്ടുള്ള പരിഷ്കാരത്തിന് വിധേയമായിട്ടുമുണ്ട്. പക്ഷെ അതിൽ ആരാണ് അഭിപ്രായം പറയേണ്ടത്, എന്ത് തരത്തിലുള്ള സാമൂഹ്യ അനീതിയാണ് അതിലുള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്. അതായത് ഒരു കാര്യത്തിനെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാകൃതമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിലുള്ള പ്രാകൃതമായിട്ട് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് പ്രശ്നമാണ്. അവിടെയാണ് ഒരുപക്ഷെ ശ്രീ K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് പോലെ തൊഴുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ സമ്പ്രദായമാണ്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് വിഗ്രഹത്തിനെ നോക്കിയിട്ട് ഹായ് എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു അവകാശം ആൾക്കാർക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നവോത്ഥാനമെന്നും അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ കാലത്ത് നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കരണം അല്ലെങ്കിൽ വിപ്ലവം എന്നൊക്കെ കരുതുന്നത് തെറ്റാണ്. കാരണം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏക കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു ഹിന്ദു വിശ്വാസികളുടെ ഈ മതാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്കോ കക്ഷിയിലേക്കോ ഒന്നും കൊണ്ടുപോയി കെട്ടേണ്ടതില്ല എന്നാണല്ലോ താങ്കളുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ NSS ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ അതിനുശേഷം വന്ന മറ്റു പല പ്രതികരണങ്ങളിലും ഇതര മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളിന്മേൽ അഭിപ്രായം പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളോട് പ്രതികരണമുണ്ടായത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. കാരണം ബോഡി വേസ്റ്റ് ആരും ആരാധിക്കാറില്ല എന്ന് പിണറായി വിജയൻ ഇതിനു മുൻപ് നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ.
അപ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സ്വഭാവം അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് സംശയിച്ചുകൊണ്ടായിരിക്കണമല്ലോ ആ വാദം ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അതിന് പിന്തുണ നൽകുന്ന ഒന്നല്ലേ കെ ബി ഗണേഷ് കുമാർ ഇന്ന് നടത്തിയ പരാമർശം? നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ, വേണമെന്ന് വെച്ചിട്ടോ അറിയാതെയോ, അതിന് കോൺഗ്രസ് നിലപാടുകളോട് വല്ലാതെ സമാനത തോന്നുന്നു. അതുകൊണ്ടാണ് അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുനിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഈ പിണറായി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു, അതായത് അതാത് വിശ്വാസ പ്രമാണങ്ങളിലെ ആചാരങ്ങളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ, അതായത് വിശ്വാസി സമൂഹം തീരുമാനിക്കട്ടെ എന്ന നിലപാട്, അല്ലെങ്കിൽ തന്ത്രി കുടുംബമോ ഈ ആചാരങ്ങളിൽ അവസാന വാക്കായിട്ട് ആരാണോ അവർ തീരുമാനിക്കട്ടെ എന്ന് താങ്കൾ പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഒരു മികച്ച സാമൂഹിക ഇടപെടലായിരിക്കും ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ഊരണം എന്ന നിബന്ധന മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കാലോചിതമായ മാറ്റത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി നടപ്പാക്കുകയാണ് എന്ന് പറയുമ്പോഴും അതിനൊരു പുരോഗമന സ്വഭാവമുണ്ട്. കാരണം ജെൻഡർ ഇക്വാളിറ്റി അവിടെ നടപ്പാക്കണം എന്ന ഒരു നവീന ആശയം കൂടി ഇടതുപക്ഷം അല്ലെങ്കിൽ CPM മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ കൂടിയാണ് ഈ സർക്കാർ അത്തരമൊരു നിലപാടെടുത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതിൽ പിന്നിൽ ഒരു രാഷ്ട്രീയം കാണുന്നതിൽ അനൗചിത്യമുണ്ടോ ശ്രീജിത്ത്? അല്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയം കാണുന്നതിൽ അനൗചിത്യമില്ല, രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്നത് അതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഒരു ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയാണ് ഇത് ആരംഭിച്ചത്. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസരത്തിലാണ് അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹം പറയുന്ന കാഴ്ചപ്പാടിനെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ പല ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഞാൻ കരുതുന്നത് അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും പിന്നീട് നടന്നിരിക്കുന്ന നിരവധി 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടാണെങ്കിലും ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് കാര്യമായിട്ട് CPMൽ നിന്ന് അകലുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു റീഡിംഗ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരായിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ധാരണ CPMനുമുണ്ട്. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് ഈഴവ വിഭാഗത്തിനെ കൂടി ചേർത്ത് വെക്കുകയോ ശ്രീനാരായണ ഗുരുദേവനെ അതിലേക്ക് ചേർത്ത് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്നിച്ചു പോകാനുള്ള ഒരു ഊർജം ഒരുപക്ഷെ ആൾക്കാർക്ക് നൽകുമെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിഭിന്നമായി തന്നെ നിലനിൽക്കേണ്ട കാര്യമാണ് എന്നും നിങ്ങളെ അവർ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കരുതിയിട്ടില്ല എന്നും നിങ്ങളുടെ ആത്മീയ ആചാര്യൻ സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള അനവസരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയാണെന്നോ കാലോചിതമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഷർട്ട് ധരിച്ചിട്ടാണോ പോയിക്കൊണ്ടിരുന്നത്? ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ചിത്രങ്ങളിൽ നമ്മൾ അദ്ദേഹം ഷർട്ട് ധരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അദ്ദേഹം പ്രാകൃതനായിരുന്നു എന്നൊരർത്ഥം അതിനുണ്ടോ? ഇല്ല. അന്നത്തെ കാലത്ത് ഷർട്ട് ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം മഹാകവി കുമാരനാശാൻ ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ആണല്ലോ. അതേപോലെ തന്നെ ഇന്ന് ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കണമെന്ന് പറയുന്ന ഈ പല സന്യാസിവര്യന്മാരും, അത് നായർ സമുദായത്തിൽപ്പെട്ടവരുണ്ടാകാം, ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ടാകാം, ഇവരൊക്കെ തന്നെ ഷർട്ട് ധരിച്ചിട്ടാണോ പോകുന്നത്? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവരുന്ന ന്യായവാദങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് ഊരി അവരുടെ ശരീരം അവിടെ പ്രദർശിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന രീതിയിലാണ്. അതായത് മറ്റൊരാളിൻ്റെ കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട്. എങ്കിൽ നമുക്കും വേണമെങ്കിൽ അഭിപ്രായം പറഞ്ഞുകൂടെ? ഈ സന്യാസിവര്യന്മാരൊക്കെ തന്നെ ഷർട്ട് ധരിക്കാതെ വരുന്ന സമയത്ത് അത് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇവരൊക്കെ തന്നെ കോട്ടും സൂട്ടും ഇട്ടിട്ട് വരുമോ? അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ഒരു പൂജാ പദ്ധതിയുടെ ഭാഗമായി, ഒരു ക്ഷേത്ര സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഓരോ ക്ഷേത്രങ്ങളിലും വിഭിന്നമായ രീതികളിലാണ് പല കാര്യങ്ങളും നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതും മേൽവസ്ത്രം അരയ്ക്കുമേൽ എന്ത് വസ്ത്രമുണ്ടോ അതെടുത്ത് അരയിൽ കെട്ടിയതിന് ശേഷം മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുന്നതും. അപ്പോൾ അതിലൊരു ഏക സ്വഭാവം കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം അത്തരത്തിലുള്ള ആചാര വൈവിധ്യങ്ങൾ തന്നെയാണ് ഏതൊരു മതത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം. അതിനെ എന്തിനാണ് നശിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സംവിധാനങ്ങൾ എന്താണോ അത് പാലിക്കുക. അതിപ്പോൾ പല കാര്യങ്ങളിലും അതായത് താങ്കൾ പറയുന്നത് ഈ ആചാരങ്ങളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്ത് വേണമെന്ന് താങ്കളുടെ കാഴ്ചപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ പരസ്യമായി തിരുത്തേണ്ടി വന്ന KB ഗണേഷ് കുമാറിന്റെ നിലപാടിലും ഒരു രാഷ്ട്രീയം ഉണ്ടാകില്ലേ? അതെന്താകും? അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദുവാണ്. അദ്ദേഹം ക്ഷേത്ര ദർശനത്തിൽ ക്ഷേത്രങ്ങളുടെ പദ്ധതികൾ അനുസരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന വ്യക്തിയാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. ആ വിളക്ക് കാണുന്നിടത്താണോ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതിനെ പറ്റി നമ്മൾ കണ്ടതാണ്. ഗണേഷ് കുമാർ അങ്ങനെ പറയുന്നയാളല്ല.
അദ്ദേഹത്തിന് സമുദായവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇതിനെയെല്ലാം തന്നെ സംരക്ഷിക്കാനായിട്ട് നിയമപരമായി കൂടി ബാധ്യതയുള്ള ശ്രീ VN വാസവൻ ഒരക്ഷരം പറയാതെ ഒരു മൂലക്കിരിക്കുന്ന സമയത്ത് മറ്റൊരു വകുപ്പിൽപ്പെട്ട ആളാണെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ ശ്രീ KV ഗണേഷ് കുമാർ ഈ അഭിപ്രായം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ശ്രീ വാസവൻ ആ ഗണേഷ് സമയത്ത് കുമാറിന്റെ ഒരു അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞാൽ, അതായത് ഈ മേൽവസ്ത്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിവാദം ഉണ്ടായ സമയത്ത്. ശ്രീജിത്ത് ഓർക്കുന്നുണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല അഭിപ്രായം പറയേണ്ടത്. അതായത് വിശ്വാസത്തിന്റെ വഴിക്ക് വിടുക, ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യമുണ്ട്, അതനുസരിക്കുന്ന ആൾക്കാർ മാത്രം അവിടെ കയറിയാൽ മതിയാകും. ഈ കാര്യം പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഒന്ന് ശ്രീ രമേശ് ചെന്നിത്തല, മറ്റൊന്ന് ശ്രീ KV ഗണേഷ് കുമാർ. ഈ രണ്ടാൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ്. ഇതിലൊരാൾ സർക്കാരിനെ അനുകൂലിക്കുന്നയാളാണ്, മറ്റൊരാൾ സർക്കാരിനെ എതിർക്കുന്നയാളാണ്. ഒരാൾ പ്രതിപക്ഷ നേതാവായിരുന്നയാളാണ്, ഒരാൾ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ആളാണ്. പക്ഷേ ഈ രണ്ടാൾക്കാരുടെയും കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവർ വിശ്വാസികളാണ്, ഇവർ പദ്ധതിക്കനുസരിച്ച് സമ്പ്രദായത്തിനനുസരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കേവലം രാഷ്ട്രീയമായി മാത്രം ഇത് ചിത്രീകരിക്കപ്പെടും എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറയുകയല്ല, മറിച്ച് ആ പദ്ധതിയുമായി അവർക്ക് യോജിപ്പുള്ളത് കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസ് പറയുന്ന അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ ശ്രീ ഗണേഷ് കുമാർ പറയുന്ന അഭിപ്രായം? അത് രാഷ്ട്രീയമായിട്ട് അങ്ങനെ കാണരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ശ്രീ ഗണേഷ് കുമാറിന് പറയാനുള്ള സാഹചര്യം ഒരുക്കിയതാരാണ്? ഗണേഷ് കുമാർ അല്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം ശ്രീ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലായിരുന്നു, ശ്രീ ഗണേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആണ്. രമേശ് ചെന്നിത്തലയുടേതായിക്കോട്ടെ, VD സതീശൻ്റെതായിക്കോട്ടെ, KP ഗണേഷ് കുമാറിൻ്റെതായിക്കോട്ടെ, K മുരളീധരൻ്റെതായിക്കോട്ടെ, K സുരേന്ദ്രൻ്റെതായിക്കോട്ടെ, V മുരളീധരൻ്റെതായിക്കോട്ടെ, G സുകുമാരൻ നായരുടേതായിക്കോട്ടെ, ഇത് ഫോഴ്സ്ഡ് ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനോടുള്ള നാച്ചുറൽ റിയാക്ഷൻ എന്ന രീതിയിൽ അവർ പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്, സാമൂഹ്യ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു ധർമ്മത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ, ഇതിൽ നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ദുരാചാരം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നത് ഓക്കെയാണ്. ഇപ്പം നാളെ വേണമെങ്കിൽ ഹൈജീൻ പരിഗണിച്ചുകൊണ്ട് എനിക്ക് ചെരുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശബരിമലയിലേക്ക് കയറുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വിഗ്രഹം താഴെ കൊണ്ടുവന്നിട്ട് നമുക്ക് പമ്പയിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്ഷേത്രത്തിനുള്ളിൽ എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, അത് വേണമെന്ന് പറഞ്ഞാലോ? അവിടുത്തെ പ്രസാദങ്ങളോ അവിടെ നടത്തുന്ന അന്നദാനവും വെജിറ്റേറിയൻ ആണ്, അതെനിക്ക് നോൺ വെജിറ്റേറിയൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാമൂഹ്യമായിട്ടുള്ള പല മാറ്റങ്ങളുടെയും പരിഷ്കാരത്തിന്റെയും ഒക്കെ കാര്യത്തിൽ നോക്കി